ഉന്മാദം ജൂലൈ 31 തിയേറ്ററുകളിലെത്തുകയാണ്. ഒരുപക്ഷെ വലിയ പ്രതീക്ഷയോടെ ഞാൻ കാണുന്ന ഒരു സിനിമയാണ് ഉന്മാദം. കുഞ്ചാക്കോ ബോബൻ, ലിജോ മോൾ ജോസ്, കൃഷ്ണപ്രഭ, അങ്ങനെ ഒരു സ്റ്റാർ കാസ്റ്റ്, സുധീഷും ഉണ്ട്, ഷാഹി കബീറിൻ്റെ സ്ക്രിപ്റ്റ്, കിരൺ ദാസ് എഡിറ്ററിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭം, അങ്ങനെ ടെക്നിക്കലിയും ക്യാമറയ്ക്ക് മുന്നിലും വലിയ പ്രതീക്ഷയോടെ നൽകുന്ന ആളുകളാണ് ഈ പടത്തിലുള്ളത്. ഉന്മാദം ഒരുപക്ഷെ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിനേക്കാൾ കൂടുതൽ ഷാഹി കബീറിനോ മറ്റുള്ള സിനിമകളുടെ അത്രയും ഡാർക്ക് പരിപാടി ഈ പടത്തിലില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉന്മാദം കാണാനുള്ള ചില കാരണങ്ങളെക്കുറിച്ച് കൂടി നമുക്കൊന്ന് സംസാരിച്ചു പോകാം. ഒന്നാമത്തെ കാര്യം ചാക്കോച്ചനാണ്. ചാക്കോച്ചൻ ഇപ്പോൾ കൊണ്ടുവരുന്ന സിനിമകൾ, അതിപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ നോക്കിയാൽ ദുരൂഹ സാഹചര്യമായാൽ പോലും പേഴ്സണലി വർക്ക് ചെയ്ത സിനിമയാണ്. പക്ഷേ അതിൻ്റെ ക്ലൈമാക്സിനോട് എനിക്ക് നല്ല വിയോജിപ്പുണ്ട്. എനിക്കൊരു ക്ലാരിറ്റി ഇല്ല, എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ പടത്തിലുണ്ടായിരുന്നു. അതിൻ്റെ വേർഡിക്റ്റിനെ ബാധിച്ചു എന്നാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും ചാക്കോച്ചൻ ആൻഡ് സ്ക്രിപ്റ്റ് സെലക്ഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ഭയങ്കര കിടിലൻ പരിപാടിയാണ്. ആൻഡ് ഇതേ കോമ്പിനേഷനിൽ വന്ന ഷാഹി കബീർ കുഞ്ചാക്കോ ബോബൻ കോമ്പിനേഷനിൽ വന്ന നായാട്ടാവട്ടെ, ഓഫീസർ ഓൺ ഡ്യൂട്ടി ആവട്ടെ, രണ്ട് ഫട്ടാഫട്ട് ഗംഭീര സിനിമകളാണ്. അതുകൊണ്ട് തന്നെ ആ കോംബോയിൽ വരുന്ന മൂന്നാമത്തെ സിനിമ പ്രേക്ഷകരെ നിരാശപ്പെടുത്തില്ല എന്നുള്ള സ്വാഭാവികമായ ഹൈപ്പ് ഈ ചിത്രത്തിനുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഷാഹി കബീറിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റിംഗ് ഫാക്ടറായിട്ട് ഞാൻ വിലയിരുത്തുന്നത്. ആൻഡ് ഇതിൻ്റെ ട്രെയിലർ സീം സോ പ്രോമിസിങ്. പക്ഷേ ഇതിൻ്റെ ട്രെയിലർ വളരെ ഫാസ്റ്റ് പേസിൽ കട്ട് ചെയ്തിരിക്കുന്ന ഒരു ട്രെയിലറാണ്. അതിൻ്റെ ക്ലാരിഫിക്കേഷന് വേണ്ടി ലിജോ മോളോട് ചോദിക്കുമ്പോൾ ലിജോ പറയുന്നത് ആ ഒരു സ്പീഡ് നിങ്ങൾ ഈ സിനിമയിൽ പ്രതീക്ഷിക്കരുത്. ഇറ്റ്സ് ഗോണ ബി എ സ്ലോ ബേണർ ആയിട്ടായിരിക്കും ഈ സിനിമ ഉണ്ടാവുന്നത്. അത് ഞാൻ സിനിമ കാണാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഓഡിയൻസിനോട് കൂടി പറയുകയാണ്. ഇറ്റ് ഇസ് ഗോണ ബി എ സ്ലോ ഫിലിം. ഇത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് പേസ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ട്രെയിലർ നമ്മൾ കാണുന്ന കട്ട്സിൻ്റെ വേഗത അതേ പേസ് നിങ്ങൾ സിനിമയിൽ പ്രതീക്ഷിക്കരുത് എന്നുള്ളതാണ്. 2, ഷാഹി കബീറിൻ്റെ റൈറ്റിങ്സ്, അദ്ദേഹത്തിൻ്റെ പോലീസിൻ്റെ പടങ്ങൾ, ഇപ്പോൾ എസ്പെഷ്യലി റോന്ത് ഉൾപ്പെടെ ഇഷ്ടപ്പെട്ടവനാണ് നിങ്ങളെങ്കിൽ റോന്തിൻ്റെ പേസ് ആയിരിക്കും ഉന്മാദത്തിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് പോവാം. അതായിരിക്കും നമുക്ക് സേഫ്. റോന്തിനൊരു പേസ് ഉണ്ടായിരുന്നല്ലോ, ആ പേസ് ആയിരിക്കും ഇത് എന്ന് പ്രതീക്ഷിക്കാം. ഞാൻ അങ്ങനെ വളരെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ കുറച്ചുകൊണ്ട് ഈ സിനിമയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. ഈവൻ ദോ ഇങ്ങനൊരു കോംബോ ഒക്കെ കാണുമ്പോഴേക്കും ഹൈപ്പ് കൂടുതലാണെങ്കിൽ പോലും എക്സ്പെക്റ്റേഷൻസ് മിനിമലാക്കി വെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുകളൊക്കെ പെർഫോമൻസ് കൊണ്ട് ഞെട്ടിക്കാൻ പറ്റുന്ന ടീമുകളാണ് എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ മാത്രമല്ല, ഒരു കേസ് ഫയലുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ദുരൂഹതയാണ് ഈ സിനിമ എന്ന് ട്രെയിലറിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. ആ കേസിൽ എന്താണ് ആ കേസിന് സംസാരിക്കാനുള്ളത്? പല്ലി എവിടെ നിന്ന് വരുന്നു? ഷെല്ലി എന്ന കഥാപാത്രത്തിന് പുറകെ പല്ലി എങ്ങനെയാണ് വരുന്നത്? ആൻഡ് ഇതിന് ഒരുപാട് ഈ സൂപ്പർ നാച്ചുറൽ പരിപാടി, ഹൊറർ ഫീല്, ഇതിലൊക്കെ തന്നെ ചാക്കോച്ചിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറൈസേഷൻ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഹൊററൊക്കെ അഭിനയിക്കുകയാണെങ്കിൽ അത് ഒറ്റയ്ക്ക് ട്രെയിലറിൽ തന്നെ പല സീക്വൻസ് ഉണ്ട്, അത് വെച്ചാണ് ഞാൻ ജഡ്ജ് ചെയ്യുന്നത്. ഒറ്റയ്ക്ക് നമ്മൾ പേടി അനുഭവിക്കുമ്പോഴേക്കും ഓപ്പോസിറ്റ് ആരുമില്ല, നമ്മുടെ ഫിയർ നമ്മുടെ മുഖത്ത് മാത്രം വരണം, വിത്തൗട്ട് ആൻ ഓപ്പോസിറ്റ് ആർട്ടിസ്റ്റ്. അങ്ങനെ വരുമ്പോഴാണ് ചാക്കോച്ചിൻ്റെ പെർഫോമൻസ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് മാറാൻ പറ്റുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനൊരു പേസ് നായാട്ടിലാവട്ടെ, പ്രവീൺ മൈക്കിൾ എന്ന കഥാപാത്രത്തിലാവട്ടെ, ഹരിശങ്കർ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന കഥാപാത്രത്തിനും ഷാഹി കബീർ പേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയും ഉണ്ട്. ആ പ്രതീക്ഷ ചാക്കോച്ചിൻ്റെ പെർഫോമൻസ് കൂടുതൽ ഗംഭീരമാക്കി മാറ്റാൻ കഴിയുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിരിക്കും ഈ സിനിമ എന്നുള്ളതാണ് വിശ്വാസം. പിന്നെ ഹൊറർ മൂഡ്, ഇത് പേടിപ്പിക്കുന്ന പരിപാടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതായത് ഇതിനകത്ത് വരുന്ന ഈ സൂപ്പർ നാച്ചുറൽ കണ്ടന്റിന് വേണ്ടിയിട്ടുള്ളൊരു ഹൊറർ പരിപാടി ആയിട്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ പേടിപ്പിക്കാൻ വേണ്ടി സിനിമ കാണേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് കുറച്ച് പേടിക്കാം എന്നതായിരിക്കില്ല ഈ സിനിമയുടെ ട്രീറ്റ്മെൻറ്റ്. ഈ സിനിമയുടെ ട്രീറ്റ്മെൻറ്റ് ഈ മെയിൻ കഥാപാത്രത്തിൻ്റെ സൈക്കോളജിയിലൂടെ പോകുന്ന ഒരു സിനിമയായിട്ടായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ പല രീതിയിലും ഒരു തരത്തിൽ എക്സ്പീരിയൻസ് ഉള്ള, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഈ സിനിമ എന്നുള്ള ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ട് നിൽക്കുകയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ സിനിമയ്ക്ക് കാണാൻ വേണ്ടി തയ്യാറെടുക്കുന്നത്. ആൻഡ് ആ പ്രതീക്ഷകളെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലായിരിക്കും ഈ സിനിമ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അങ്ങനെ ഒരു കോംബോ വീണ്ടും വരുമ്പോൾ അത് പ്രേക്ഷകരെ നിരാശപ്പെടുത്തില്ല എന്നുള്ളൊരു സാമാന്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. സോ ഫിംഗേഴ്സ് ക്രോസ് ഫോർ ജൂലൈ 31 ആൻഡ് ഉന്മാദത്തിന് വേണ്ടി നിങ്ങൾ എത്രമാത്രം ഹൈപ്പിലും പ്രതീക്ഷയിലുമാണ് നിൽക്കുന്നതെന്ന് പറയുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.